വീണ്ടും കടുവ. കേരള എസ്റ്റേറ്റിലെ C1 എസ്റ്റേറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെ 5-നാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടത്. അതിഥി തൊഴിലാളിയായ നവീന് നേരെ കടുവ ചാടിയെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കഴിഞ്ഞ വർഷം നരഭോജി കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്ന C1 എസ്റ്റേറ്റിലാണ് വീണ്ടും കടുവയെ കണ്ടത്. ജാർഖണ്ഡ് സ്വദേശിയായ നവീനും സംഘവും വെള്ളിയാഴ്ച പുലർച്ചെ ടാപ്പിംഗിന് എത്തിയപ്പോഴാണ് കടുവ മുന്നിൽപ്പെട്ടത്. നവീന് നേരെ കടുവ ചാടിയെന്നും പറയുന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ കടുവ തിരിഞ്ഞോടുകയായിരുന്നു. കഴിഞ്ഞ വർഷം വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ കൂട് സ്ഥാപിക്കുകയും പിന്നീട് പുള്ളിപ്പുലി അകപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം മദാരി എസ്റ്റേറ്റിൽ നിന്നാണ് നരഭോജി കടുവ കെണിയിലായത്. വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് ഉപേക്ഷിച്ച് തൊഴിലാളികൾ മടങ്ങി. പ്രധാന പാതയ്ക്കും കേരള പഴയ കടക്കൽ GUP സ്കൂളിനും വെറും 280 മീറ്റർ മാത്രം ദൂരത്തിൽ കടുവയെ കണ്ടത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. SS Gold, pure gold. SS Group, നിലമ്പൂർ.